നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീ മുന്നേറ്റം, ഭക്തിയുടെ മഹാസമുദ്രം ആറ്റുകാൽ പൊങ്കാല. ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഒരേ മനസ്സോടെ അനന്തപുരിയുടെ മണ്ണിലേക്ക് ഒഴുകിയെത്തുമ്പോൾ, ആ മണ്ണിൽ ഭക്തിയുടെ സുഗന്ധം നിറയുമ്പോൾ നമ്മൾ അറിയേണ്ട ഒന്നുണ്ട്. എന്താണ് ആറ്റുകാൽ അമ്മയുടെ ഐതിഹ്യം? ഈ മണ്ണിൽ ദേവി എങ്ങനെയാണ് കുടികൊണ്ടത്? വർഷങ്ങൾക്ക് മുമ്പ് കിള്ളിയാറിന്റെ തീരത്തുള്ള ഒരു വൈകുന്നേരം, ആറ്റുകാൽ ദേശത്തെ ഒരു കാരണവർ ആറ്റിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അദ്ദേഹം ആ കാഴ്ച കണ്ടത്. ആറ്റുമുല്ലപ്പ് പോലെ സുന്ദരിയായ ഒരു കൊച്ചു പെൺകുട്ടി പുഴയുടെ തീരത്ത് നിൽക്കുന്നു. ആരുമില്ലാത്ത ആ പെൺകുട്ടിയോട് സ്നേഹപൂർവ്വം അദ്ദേഹം കാര്യം തിരക്കി. മോളെ, നീ എവിടെ നിന്നാണ് എന്ന് ചോദിച്ച അദ്ദേഹത്തോട് തന്നെ അക്കരെ എത്തിക്കാമോ എന്നായിരുന്നു ആ ബാലികയുടെ മറുചോദ്യം. അദ്ദേഹം ആ പെൺകുട്ടിയെ ആറ് കടത്തി തന്റെ തറവാട്ടിലേക്ക് കൂട്ടി. പക്ഷേ പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടി അവിടെ നിന്നും അപ്രത്യക്ഷയായി. അന്ന് രാത്രി ആ കാരണവർ ഒരു സ്വപ്നം കണ്ടു. സാക്ഷാൽ പരാശക്തി അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ഭക്ത, നിന്റെ മുന്നിൽ വന്നത് ഞാനാണ്. കിള്ളിയാറിന്റെ തീരത്ത് 3 രേഖകൾ കാണുന്നയിടത്ത് എനിക്കായി ഒരു കോവിൽ പണിയുക. അടുത്ത ദിവസം രാവിലെ അദ്ദേഹം പുഴയോരത്ത് ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് അത്ഭുതമാണ്. സ്വപ്നത്തിൽ കണ്ടതുപോലെ 3 രേഖകൾ അവിടെ തെളിഞ്ഞു കിടക്കുന്നു. ആ സ്ഥാനത്താണ് ഇന്നത്തെ വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ ക്ഷേത്രം ഉയർന്നു വന്നത്. മറ്റൊരു കഥ കൂടിയുണ്ട്. മധുരാപുരി ദഹിപ്പിച്ച ശേഷം കോപാകുലയായി വന്ന കണ്ണകയുടെ കഥ. നീതിക്ക് വേണ്ടി പൊരുതിയ ആ വീരനായിക കേരളത്തിലേക്ക് വരികയും കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രാമധ്യേ ആറ്റുകാലിൽ വിശ്രമിച്ചു എന്നുമാണ് വിശ്വാസം. ആ വീര്യത്തിന്റെയും സഹനത്തിന്റെയും സ്മരണ പുതുക്കലാണ് ഓരോ പൊങ്കാലയും. അമ്മയ്ക്ക് പ്രിയപ്പെട്ട മൺകലത്തിൽ പായസമുരുളി തിളച്ചുമറിയുമ്പോൾ അത് ഓരോ ഭക്തന്റെയും ഉള്ളിലെ പ്രാർത്ഥനകളുടെ സമർപ്പണമാണ്. ഭക്തിയുടെ കനൽപാതകൾ പിന്നിട്ട് ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം തേടി വീണ്ടും ഒരു പൊങ്കാല കൂടി വന്നെത്തിയിരിക്കുന്നു. എല്ലാവർക്കും VMTVയുടെയും VMTV ന്യൂസിന്റെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഹൃദയം നിറഞ്ഞ പൊങ്കാല ആശംസകൾ. അമ്മേ ശരണം, ദേവി ശരണം.